എല്ലാവർക്കും നമസ്കാരം. ആഗൂസ്.com വെബ്സൈറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മനോഹരമായ കായൽ കാഴ്ചകൾ, മികച്ച താമസക്കാർ, സമാധാനപരമായ ശാന്തത നിറഞ്ഞ അന്തരീക്ഷം. കൊച്ചി നഗരത്തിനോട് ചേർന്ന് താമസിക്കുവാനായി ഒരു വില്ല ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ തിരഞ്ഞെടുക്കുവാൻ നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും മികച്ച ഒരു റീസെയിൽ വില്ലയിലാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. 3 ഏക്കറിൽ നിന്നുമുള്ള 6.25 സെന്റിൽ പണിതീർത്തിട്ടുള്ള ഒരു 2650 സ്ക്വയർ ഫീറ്റുള്ള വളരെ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലുമുള്ള ഒരു 4 BHK വില്ലയാണിത്. കൊച്ചി എന്ന് പറയുമ്പോൾ ഏറെ പേരുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു ചിത്രം കായലിൻ്റെ ആവും. കേരളത്തിലെ ഏറ്റവും വലിയ കായലും രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തടാകവുമായ വേമ്പനാട് കായലിന്റെ ഭംഗി ആവോളം ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ പണിതീർത്തിട്ടുള്ള ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിക്ക് അകത്താണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ മനോഹരമായ ജലവിശാലതയിലേക്ക് നോക്കി സായാഹ്നങ്ങളിൽ വെറുതെ ഒന്നിരിക്കുവാനുള്ള സൗകര്യവും നടക്കുവാനും വ്യായാമത്തിനുമായി ഒരുക്കിയിട്ടുള്ള നടവഴികളും കായലിന് അഭിമുഖമായിട്ടുള്ള ജിമ്മും സ്വിമ്മിംഗ് പൂളും ഇവിടത്തെ സവിശേഷതകളാണ്. കൂടാതെ വില്ല കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രം ഉപയോഗിക്കുവാനായി ഇവിടെ ഒരു പ്രൈവറ്റ് ബോട്ട് ഡെക്കും ഒരുക്കിയിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാ പേർക്കും വേണ്ടിയുള്ള ഒരു അറിയിപ്പ്. ഇവിടെ നൽകിയിട്ടുള്ള ഈ വിൽക്കുവാനുള്ള വസ്തുവിന്റെ പരസ്യം കാണുന്ന ഓരോ ആളിനും സമ്മാനം നേടുവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ആഗൂസ്.com ഈ വസ്തുവിന്റെ ഉടമയും ചേർന്ന് നൽകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഗൂസിന്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വിൽക്കുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വസ്തുവിന്റെ പരസ്യം കണ്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ അതിവിടെ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ പ്രോപ്പർട്ടി ആഗൂസിന്റെ പരസ്യം വഴിയാണ് വിൽപ്പനയാകുന്നത് എങ്കിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 10,000 രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ്. അപ്പോൾ വേഗമാകട്ടെ, വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഇട്ടോളൂ. ആഗൂസിലൂടെ ഈ സമ്മാനം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഈ വസ്തുവിന്റെ ഉടമയാണ്. 24 മണിക്കൂറുമുള്ള സെക്യൂരിറ്റിയുടെ സേവനം, 24 മണിക്കൂറും ലഭ്യമായ വൈദ്യുതിയും വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും, CCTV, വേസ്റ്റ് മാനേജ്മെന്റ്, ആഘോഷങ്ങൾക്കും പാർട്ടികൾക്കുമായി കായലിന് അഭിമുഖമായി വിശാലമായിട്ടുള്ള തുറന്ന സ്ഥലം എന്നീ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. 2018 വെള്ളപ്പൊക്കത്തിൽ പോലും ഈ വില്ല കമ്മ്യൂണിറ്റിയിലേക്ക് വെള്ളം കയറിയിട്ടില്ല. അതുകൊണ്ട് ഈ വില്ല കമ്മ്യൂണിറ്റി ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയിൽ അല്ല എന്ന് നമുക്ക് തീർത്ത് പറയുവാൻ സാധിക്കും. ഈ റീസെയിൽ വില്ലയുടെ മറ്റൊരു ആകർഷകമായ കാര്യം ഇതിന്റെ വിലയാണ്. ഈ റീസെയിൽ വില്ലയ്ക്ക് ഉടമ ഉദ്ദേശിക്കുന്ന വില നിലവിൽ എറണാകുളത്തോ കൊച്ചിയിലോ ഇതുപോലെ സൗകര്യമുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയ്ക്ക് ചോദിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വിലയാണ്. ഇനി മുന്നോട്ട് ഈ വില്ലയുടെ പൂർണ്ണമായ ഹോം ടൂർ നൽകുന്നുണ്ട്. അതുകഴിഞ്ഞ് ഇതിന്റെ ഉടമ ഇപ്പോൾ ഈ വില്ലയ്ക്ക് ചോദിക്കുന്ന വില ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ വില്ല വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. വിദേശത്ത് സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഈ വില്ലയുടെ ഉടമ ഇപ്പോൾ അവധിക്ക് നാട്ടിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് വാങ്ങുവാൻ താല്പര്യപ്പെട്ട് ഇവിടെ ആദ്യം വന്ന് ഈ വസ്തു കാണുന്നവരിൽ നിന്നും ഒരാളെ ഈ വില്ലയുടെ ബയറായി എത്രയും വേഗം തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പോൾ മുന്നോട്ട് കാണിക്കുവാൻ പോകുന്ന ഹോം ടൂർ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വേഗം സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഇനി ഇവിടെ മുന്നോട്ട് കാണിക്കുവാൻ പോകുന്നത് ഈ വീടിന്റെ വിശദമായ ഹോം ടൂറാണ്. വീടിന്റെ ഓരോ മുറികളും വിശദീകരിക്കുന്ന സമയത്തുള്ള ടൈം സ്റ്റാമ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസൃതം അതിൽ നിന്നും തിരഞ്ഞെടുത്ത് കാണുവാൻ സാധിക്കും. 6 മീറ്ററിലധികം വീതിയുള്ള ഈ വില്ല കമ്മ്യൂണിറ്റിയുടെ ഇന്റേണൽ റോഡിലൂടെ വന്ന് ഈ വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏത് വാഹനവും പാർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാർ പാർക്കിംഗ് സൗകര്യവും ഒരു വരാന്തയുമാണ്. ഈ വീടിന്റെ പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യത്തിന് ഇൻഡോർ പ്ലാന്റ്സും മറ്റുമൊക്കെ വെച്ച് മോടി കൂട്ടുവാൻ സാധിക്കുന്ന സ്പേസ് ഉള്ള ഒരു എൻട്രി വേ ആണ് നമുക്കിവിടെ കാണുന്നത്. വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സൂര്യപ്രകാശം വീട്ടിലേക്ക് കയറുന്ന രീതിയിൽ മെയിൻ ഡോറിന്റെ 2 വശത്തുമായുള്ള ഫുൾ ലെങ്ത് വിൻഡോസ് ആണ്. ഈ വീടിന്റെ എല്ലാ വിൻഡോസിനും ഓപ്പണിംഗ്സിനും മൊസ്കിറ്റോ നെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് ഹോൾവേയിൽ നിന്നും നമ്മൾ നേരെ കടക്കുന്നത് ഒരു ഫോമൽ ലിവിംഗ് സ്പേസിലേക്കാണ്.
ഇവിടുത്തെ ലിവിംഗ് റൂംസിന്റെ ഡിസൈനിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ നാച്ചുറൽ വെന്റിലേഷനും നാച്ചുറൽ ലൈറ്റിങ്ങിനും വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ ഫോമൽ ലിവിംഗ് റൂമിന്റെ ചുവരിന്റെ ഉയരെ കാണുന്ന ഓപ്പൺ വിൻഡോസ് അതിനുള്ള ഉദാഹരണമാണ്. ഇവിടെ ഈ മുറികളിൽ സാധാരണയായി നൽകിയിട്ടുള്ള ജനാലകൾ വഴി പുറമേ നിന്നുമുള്ള ശുദ്ധമായ വായു അകത്തേക്ക് കയറുകയും വീടിനകത്തുള്ള ആളുകളിൽ നിന്നും ഇലക്ട്രോണിക് സാധനങ്ങളിൽ നിന്നും വീടിനകത്ത് എത്തുന്ന സൂര്യപ്രകാശത്തിൽ നിന്നും മറ്റുമുണ്ടാകുന്ന ചൂടിനെ നാച്ചുറലായി പുറന്തള്ളുന്നതിന് ഇവിടെ ചുവരിൽ മുകൾ വശത്തായി നൽകിയിട്ടുള്ള ഈ തുറന്ന ജനാലകൾ വളരെയധികം സഹായിക്കുന്നു. ഫോമൽ ലിവിംഗ് സ്പേസിൽ നിന്നും നമ്മൾ എത്തുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഫർണിച്ചറുകളെല്ലാം ഈ സെയിലിൽ ഉൾപ്പെട്ടതാണ്. മുൻപ് ലിവിംഗ് സ്പേസിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ സാധാരണയായി നടക്കുന്ന നാച്ചുറൽ വെന്റിലേഷൻ കൂടുതൽ നടക്കുവാനായി ഇവിടെ ഡൈനിങ് സ്പേസിന്റെ ഡബിൾ ഹൈറ്റിലും തുറന്ന ജനാലകൾ നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിനോടും കിച്ചണോടും അടുത്തായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ഇൻഫോർമൽ ലിവിംഗ് സ്പേസ് ആണ്. ഈ ഇൻഫോർമൽ ലിവിംഗ് സ്പേസിന്റെ ഒരു പ്രത്യേക അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഈ സ്കൈലൈറ്റ് ആണ്. ഇത് നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള 4 കെട്ടുകളിലെ നടുമുറ്റത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നാച്ചുറൽ ലൈറ്റിംഗ് വീടിന് അകത്തേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണുന്നതിൽ നിന്നും മനസ്സിലാകുന്നത് ഈ ഒരു ഡിസൈനിൽ നിന്നും ചെറുതായി ഒന്ന് മോഡിഫൈ ചെയ്താൽ മഴവെള്ളം ഉള്ളിൽ എത്തുന്ന രീതിയിലുള്ള ഒരു കോർട്ട്യാർഡായി ഇവിടെ മാറ്റുവാനും സാധിക്കുന്നതാണ്. ഇത് ഈ വില്ല വാങ്ങുന്നവരുടെ താല്പര്യമനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇത് ഇവിടെ നാച്ചുറൽ ലൈറ്റിങ്ങിന് മാത്രമായാണ് ഉപയോഗിച്ചു വരുന്നത്. ഈ ഒരു വില്ലയുടെ മുറികളിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഇതിന്റെ ഫോമൽ ലിവിംഗ് സ്പേസിന് മറ്റു മുറികളിൽ നിന്നുമുള്ള സെപ്പറേഷനാണ്. ഇവിടെ പുറത്തുനിന്നും വരുന്ന അതിഥികൾ ഫോമൽ ലിവിംഗ് സ്പേസിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ വീട്ടിലുള്ള മറ്റ് റെസിഡൻസിന് വീട്ടിലിരിക്കുന്ന ഗസ്റ്റുകളുമായി മുഖാമുഖം വരാതെ തന്നെ ഇൻഫോമൽ ലിവിംഗ് സ്പേസ് ഉപയോഗിക്കുവാനും കിച്ചണും മുകളിലേക്കുള്ള സ്റ്റെയർസും മറ്റു മുറികളും ഉപയോഗിക്കുവാനും ഒരു പ്രയാസവും കൂടാതെ സാധിക്കുന്നതാണ്. ഈ വീടിനുള്ളിൽ കാണുന്ന ഫർണിച്ചറുകളും കബോർഡുകളും വാർഡ്രോബുകളും തുടങ്ങിയ എല്ലാ വുഡൻ വർക്കുകളും വളരെ മികച്ച ഇനം ടീക്വുഡിൽ പണിതീർത്തിട്ടുള്ളവയാണ്. ടീക്വുഡൻ കബോർഡ്സുകളും ഡബിൾ ബൗൾ കിച്ചൺ സിങ്കും ഉൾപ്പെടെ ആവശ്യത്തിന് വേണ്ട നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഇവിടെ ഉള്ളത്. സ്റ്റെയർസിന് താഴെയുള്ള സ്ഥലം വളരെ നന്നായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കിച്ചണോട് ചേർന്നുള്ള ഒരു സ്റ്റോർ റൂമാക്കി മാറ്റിയിട്ടുള്ളതായി നമുക്കിവിടെ കാണാം. കിച്ചണോട് ചേർന്ന് വാഷിങ്ങിനും മറ്റും ഉപയോഗിക്കുവാനുള്ള ഒരു യൂട്ടിലിറ്റി കം വർക്ക് ഏരിയയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതിനോട് ചേർന്ന് പുറത്തുനിന്നും വരുന്നവർക്ക് ഉപയോഗിക്കുവാനുള്ള ഒരു വാഷ്റൂം പുറംവശത്തായി ഉണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഉള്ളത്. അറ്റാച്ച്ഡ് ബാത്തോടു കൂടിയുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഈ ബെഡ്റൂമുകളിലെല്ലാം കാണുന്ന വാർഡ്രോബുകളെല്ലാം ടീക്വുഡിൽ ചെയ്തവയാണ്. ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ബെഡ്റൂമിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബും കൂടാതെ അറ്റാച്ച്ഡ് ബാത്തിനോട് ചേർന്ന് മറ്റൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. വളരെ നല്ല നീറ്റായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബാത്റൂമുകളിലെല്ലാം ഡ്രൈയും വെറ്റേരിയയും വേർതിരിക്കുന്നതിന് വേണ്ടി ഷവർ ക്യൂബിക്കിൾസും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് താഴത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ വില്ലയിലുള്ള 4 ബെഡ്റൂമുകളിൽ ഈ ഒരു ബെഡ്റൂമിന് മാത്രം ഉപയോഗിക്കുവാനുള്ളത് ഈ മുറിയോട് ചേർന്നുള്ള കോമൺ ബാത്റൂമാണ്.
ഇതാണ് താഴത്തെ നിലയിലുള്ള കോമൺ ബാത്റൂം. മുകളിലത്തെ നിലയിൽ ഉള്ളത് അറ്റാച്ച്ഡ് ബാത്തോട് കൂടിയ 2 ബെഡ്റൂമുകൾ, ഒരു ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി, ലൈബ്രറിയായോ പേഴ്സണൽ വർക്ക് സ്പേസ് ആയോ റിക്രിയേഷൻ റൂമായോ ഉപയോഗിക്കാനാകുന്ന ഒരു മൾട്ടിപർപ്പസ് റൂം, കൂടാതെ വളരെ മനോഹരമായ ഒരു ഓപ്പൺ ടെറസ് എന്നിവയാണ്. ഇതാണ് മുകളിലത്തെ നിലയിലുള്ള അറ്റാച്ച്ഡ് ബാത്തോട് കൂടിയുള്ള ഒരു ബെഡ്റൂം. മുൻപ് താഴത്തെ നിലയിലുള്ള ബെഡ്റൂമിന് പറഞ്ഞതുപോലെ ഇവിടെയും കാണുന്ന വാർഡ്രോബുകളും ടീക്കൂട്ടിൽ ചെയ്തവയാണ്. ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ബെഡ്റൂമിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബും കൂടാതെ അറ്റാച്ച്ഡ് ബാത്തിനോട് ചേർന്ന് മറ്റൊരു വാർഡ്രോബും നൽകിയിട്ടുണ്ട്. വളരെ നല്ല നീറ്റായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബാത്റൂമിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും വേർതിരിക്കുവാനായി ഷവർ ക്യൂബിക്കിൾസും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് രണ്ടാമത്തെ നിലയിലുള്ള മറ്റൊരു ബെഡ്റൂം. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടാതെ അറ്റാച്ച്ഡ് ബാൽക്കണിയും ഉള്ളതായി കാണാം. അവസാനമായി ഈ വീട്ടിൽ നിന്നും കാണിക്കുവാൻ പോകുന്ന മുറി ഈ മൾട്ടിപർപ്പസ് റൂമാണ്. ഇത് നിങ്ങൾക്കുള്ള ഒരു പേഴ്സണൽ വർക്ക് സ്പേസ് ആയോ ലൈബ്രറിയായോ റിക്രിയേഷൻ റൂമായോ ഉപയോഗിക്കുവാൻ പറ്റുന്നതാണ്. ഈ ഒരു മുറിയും കൂടെ ചേർന്ന് പുറത്തുള്ള ഓപ്പൺ ടെറസും ഒരുമിച്ച് ക്രിയേറ്റീവായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പകൽ സമയത്തെ നമ്മുടെ ജോലിഭാരങ്ങളെല്ലാം മാറ്റിവെച്ച് സായാഹ്നങ്ങളിൽ നമുക്ക് വളരെ ശാന്തമായി ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ഓപ്പൺ ടെറസ് ലൗഞ്ചായി ഉപയോഗപ്പെടുത്തുവാൻ പറ്റുന്നതാണ്. വളരെ മികച്ച ക്വാളിറ്റിയിൽ ഈ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ മനോഹരമായ 2650 സ്ക്വയർ ഫീറ്റ് വില്ലയ്ക്കും 6.25 സെന്റിനും ഉടമ ചോദിക്കുന്ന വില 1.55 കോടി രൂപയാണ്. ഇത് ഇവിടെ ഇതുപോലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയ്ക്ക് ചോദിക്കുവാൻ പറ്റിയ ഏറ്റവും കുറഞ്ഞ വിലയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ വിദേശത്ത് സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഈ വില്ലയുടെ ഉടമ ഇപ്പോൾ അവധിക്ക് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് വാങ്ങുവാൻ താല്പര്യപ്പെട്ട് ഇവിടെ ആദ്യം വന്ന് വസ്തു കാണുന്നവരിൽ നിന്നും ഒരാളെ ഈ വില്ലയുടെ ബയറായി എത്രയും വേഗം തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പോൾ വേഗം സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു ടൈം സ്ലോട്ട് ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് വില്ല കാണുകയും ഇഷ്ടമാവുകയാണെങ്കിൽ ഉടനെ ഉടമയെ കണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വൈറ്റിലയിൽ നിന്നും NH66 ബൈപ്പാസ് റോഡ് വഴി 3 കിലോമീറ്റർ വരുമ്പോൾ എത്തുന്ന കുണ്ടന്നൂർ ജംഗ്ഷനടുത്താണ്. ഇവിടെ നിന്നും 2 കിലോമീറ്റർ പോകുമ്പോഴാണ് മരട് മുനിസിപ്പാലിറ്റി പരിധിയിലായി ഈ വിൽക്കുവാനുള്ള വില്ല അടങ്ങുന്ന ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഉള്ളത്. ഈ വിൽക്കുവാനുള്ള വില്ലയ്ക്ക് നിലവിൽ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ 2 കിലോമീറ്റർ മാറിയുള്ള പേട്ട മെട്രോ സ്റ്റേഷനാണ്. ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കും നന്ദി. ഇതുപോലെ വേറെ എവിടെയും പരസ്യം ചെയ്യാത്ത ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്കും വിൽക്കുവാനായി ഉണ്ടെങ്കിൽ വേഗം അതും ആഗൂസ്.com വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ. ഇതുപോലെ ഉടമകൾ നേരിട്ട് വിൽക്കുന്ന മറ്റൊരു പ്രോപ്പർട്ടിയുടെ വീഡിയോയുമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാ പേർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ കാണുന്ന എല്ലാ പേർക്കും വേണ്ടിയുള്ള ഒരു അറിയിപ്പ്. ഇവിടെ നൽകിയിട്ടുള്ള ഈ വിൽക്കുവാനുള്ള വസ്തുവിന്റെ പരസ്യം കാണുന്ന ഓരോ ആളിനും സമ്മാനം നേടുവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ആഗൂസ്.com ഈ വസ്തുവിന്റെ ഉടമയും ചേർന്ന് നൽകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഗൂസിന്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വിൽക്കുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വസ്തുവിന്റെ പരസ്യം കണ്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തുമാകട്ടെ അതിവിടെ കമന്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ പ്രോപ്പർട്ടി ആഗൂസിന്റെ പരസ്യം വഴിയാണ് വിൽപ്പനയാകുന്നത് എങ്കിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 10,000 രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ്. അപ്പോൾ വേഗമാകട്ടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഇട്ടോളൂ.
ആഗൂസിലൂടെ ഈ സമ്മാനം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് ഈ വസ്തുവിന്റെ ഉടമയാണ്.